പ്ലാസ്മ പ്രോട്ടീൻസ്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്താണെന്ന് അറിയണതിന് മുന്നേ പ്ലാസ്മ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ പ്ലാസ്മ എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബോഡിയിൽ ഏകദേശം ഒരു 4.5 to 5 ലിറ്ററോളം ബ്ലഡ് ഉണ്ടായിരിക്കും. ബ്ലഡിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 4.5 to 5 ലിറ്ററാണ്. അപ്പോൾ ഈ ബ്ലഡിലേക്ക് നമ്മൾ കുറച്ച് ആൻറ്റി കൊയാഗുലൻ്റൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യാൻ വയ്ക്കുക. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ അതിലുള്ള സെൽ കമ്പോണൻസ് ആയിട്ടുള്ള RBC അതേപോലെ WBC ഒക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ബാക്കി അതിന് മുകളിൽ കാണുന്ന സൂപ്പർനാറ്റിൻ്റെ ക്ലിയർ ലിക്വിഡ് സൂപ്പർനാറ്റിൻ്റെ എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലാസ്മ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ 55 to 60% പ്ലാസ്മ ഉണ്ടായിരിക്കും. ഇനി ഇപ്പോൾ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യാതെ അത് ക്ലോട്ട് ചെയ്യാൻ വയ്ക്കുക. അങ്ങനെ 2 hour ക്ലോട്ട് ചെയ്യാൻ വെച്ചതിന് ശേഷം നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ലിക്വിഡ് പോർഷൻ ഉണ്ടാവും. ആ ലിക്വിഡ് പോർഷൻ കൊടുക്കുന്ന പേരെന്താ? അതെന്താണ്? ഡീഫൈബ്രിനേറ്റഡ് പ്ലാസ്മയാണ്. അതാണ് സിറം എന്ന് പറയുന്നത്. അപ്പോൾ സിറം വേറെയാണ്, പ്ലാസ്മ വേറെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്മയിലുള്ള സോളിഡ് പോർഷനെയാണ് എന്ത്? പ്രോട്ടീൻസ്. പ്ലാസ്മയിലുള്ള സോളിഡ് പോർഷനാണ് പ്രോട്ടീൻസ്. അത് ഏകദേശം 7 to 9 gram per deciliter ഉണ്ടായിരിക്കും. The human plasma proteins are a mixture of plasma protein and conjugated protein. ഹ്യൂമൻ പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറഞ്ഞത് സിമ്പിൾ പ്രോട്ടീൻ്റെയും കോൺജുഗേറ്റഡ് പ്രോട്ടീൻ്റെയും ഒരു മിക്സ്ചർ ആയിരിക്കും. സിമ്പിൾ പ്രോട്ടീൻസ് ആണ് ആൽബുമിൻ, ഗ്ലോബുലിൻസ് എന്നൊക്കെ. കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആണ് ഗ്ലൈക്കോ പ്രോട്ടീൻ, ലിപ്പോ പ്രോട്ടീൻസ് ഒക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മിക്സ്ചറാണ് എന്ത്? ഹ്യൂമൻ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞത്. ദ മെയിൻ പ്ലാസ്മ പ്രോട്ടീൻസ് ആറാണ് കേട്ടോ, ക്യൂട്ട പോലെ ഉണ്ട്. ആർ ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. മെയിൻ പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ആൽബുമിനും, ഗ്ലോബുലിനും, ഫൈബ്രിനോജനും. ഇതിൻ്റെ ഒരു റേഷ്യോ, നമ്മുടെ ബ്ലഡിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും. 1:2:1 റേഷ്യോ ടു. ഇനിയിപ്പോൾ സിറം എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ സിറത്തിൽ നമുക്ക് ഫൈബ്രിനോജൻ കാണാൻ പറ്റില്ല, ആബ്സെൻ്റ് ആയിരിക്കും. പ്ലാസ്മ എടുത്ത് നോക്കുമ്പോൾ പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട് പ്രോട്ടീൻസ് ആയിട്ട്. പക്ഷേ സിറത്തിൽ ഫൈബ്രിനോജൻ ഉണ്ടാവില്ല. കാരണം എന്താ? ക്ലോട്ട് ചെയ്യുന്ന സമയത്ത് സിറം എടുക്കുമ്പോൾ നമ്മൾ ക്ലോട്ട് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അതിന് മുകളിലുള്ള ലിക്വിഡ് പോർഷനാണ് സിറമായിട്ട് എടുക്കുന്നത്. സിറത്തിൽ എന്തുണ്ടാവില്ല? ഫൈബ്രിനോജൻ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ക്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഫൈബ്രിനോജൻ കൺവേർട്ട് ചെയ്തിട്ട് ഫൈബ്രിനായിട്ട് മാറും. അത് കാരണം സിറത്തിൽ ഫൈബ്രിനോജൻ ഉണ്ടാവില്ല. മോസ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ ലിവർ. ഒട്ടുമിക്ക പ്ലാസ്മ പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യുന്നത് ലിവറിലാണ്. പ്ലാസ്മ പ്രോട്ടീൻസിൽ ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ തന്നെ 2-3 വെറൈറ്റീസ് ഇല്ലേ? ആൽഫ ഗ്ലോബുലിൻസ് ഉണ്ട്, ബീറ്റ ഗ്ലോബുലിൻസ് ഉണ്ട്, ഗാമ ഗ്ലോബുലിൻസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഉണ്ട്, പിന്നെ ഫൈബ്രിനോജൻ. ഇതിൽ ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഒഴികെ ബാക്കി എല്ലാ പ്ലാസ്മ പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യുന്നത് ലിവറാണ്. ഇനി ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്. ഫസ്റ്റ് ഫങ്ഷനാണ് ന്യൂട്രീറ്റീവ്. ദേ ആർ സിമ്പിൾ പ്രോട്ടീൻ. പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രോട്ടീൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. ബോഡിക്ക് പ്രോട്ടീൻസ് കൊടുക്കുന്ന വളരെ നല്ലൊരു സോഴ്സാണ്, നല്ലൊരു ഉറവിടമാണ്. ഇറ്റ് ഈസ് ലാർജ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ ന്യൂട്രീറ്റീവ് ഫങ്ഷൻ. അതുകൊണ്ട് തന്നെ എന്താണ്? പോഷകപരമായ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ബോഡിക്കൊക്കെ ന്യൂട്രീഷൻ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഹൈപ്പോപ്രോട്ടീനമിക് സ്റ്റേറ്റ്. ഹൈപ്പോപ്രോട്ടീനമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണ് ഹൈപ്പോപ്രോട്ടീനമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ ബോഡിക്ക് പ്രോട്ടീൻസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഹൈപ്പോപ്രോട്ടീനമിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസൊക്കെ കുറഞ്ഞിട്ടുള്ള, ബ്ലഡിൽ പ്രോട്ടീൻസ് കുറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ, ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ആരൊക്കെ കൊടുക്കുന്നുണ്ട്? പ്ലാസ്മ പ്രോട്ടീൻസ് കൊടുക്കുന്നുണ്ട്. ദിസ് കോൺട്രിബ്യൂട്ട് അമിനോ ആസിഡ് ഫോർ ടിഷ്യൂ പ്രോട്ടീൻ സിന്തസിസ്. പിന്നെ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സും പ്ലാസ്മ പ്രോട്ടീൻസ് കൊടുക്കുന്നുണ്ട്.
പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് അമിനോ ആസിഡ്സ്. ഒരുപാട് അമിനോ ആസിഡ്സ് കൂട്ടിച്ചേർത്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അമിനോ ആസിഡ്സ് പ്ലാസ്മ പ്രോട്ടീൻസ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഫ്ലൂയിഡ് എക്സ്ചേഞ്ച്. The colloid osmotic pressure of plasma protein play an important role in the distribution of water between blood and tissues. അപ്പോൾ ഈ പോയിന്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഓസ്മോസിസ് എന്താണെന്ന് അറിയാം. ഓസ്മോസിസ് എന്തായിരുന്നു? ഒരു സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ സോൾവെൻസിൻ്റെ മൂവ്മെൻറ്റിനാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾവെൻ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുക? സോൾവെൻറ്റ് ഏറ്റവും കൂടുതലുള്ള ഭാഗത്തു നിന്നും ഏറ്റവും കുറഞ്ഞ ഭാഗത്തേക്ക് സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് ബ്ലഡ് വെസൽ എന്താണെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലൂടെ രക്തം വഹിച്ചുകൊണ്ട് പോകുന്ന കുഴലുകളെയാണ് നമ്മൾ രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ മൂന്ന് തരത്തിലുള്ള കുഴലുകളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ആർട്ടറീസ്, ധമനികൾ, പിന്നെ വെയിൻസ്, സിരകൾ എന്ന് പറയും, പിന്നെ ഒന്ന് കാപ്പിലറീസ്, ലോമികകൾ എന്ന് പറയും. ഇങ്ങനെ 3 കുഴലുകളാണ് നമ്മുടെ ശരീരത്തിലൂടെ രക്തത്തെ കൊണ്ട് നടക്കുന്നത്, വഹിക്കുന്നത്. അപ്പോൾ ഈ 3 വെസൽസിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ആർട്ടറീസ്. ആർട്ടറീസ് എന്ന് പറയുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും ആർട്ടറീസിലുണ്ടായിരിക്കുക. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ വെസൽ, ആ രക്തക്കുഴലിൽ കൊണ്ട് നടക്കുന്നത് പ്രോട്ടീൻസ്, ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഓക്സിജൻസ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള പേശികളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കുറച്ച് കട്ടിയുള്ള പേശിയായിരിക്കും. രണ്ടാമത്താണ് വെയിൻസ്. വെയിൻസ് എന്ന് പറയുമ്പോൾ അത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഡീ ഓക്സിജനേറ്റഡ് പറയുമ്പോൾ ഓക്സിജൻ്റെ എമൗണ്ട് കുറവുള്ള ബ്ലഡ് ആയിരിക്കും വെയിൻസിൽ കൊണ്ടുപോകുന്നത്. അതിൻ്റെ വാൾവ് ഉണ്ടായിരിക്കും. സെൻട്രൽ കണ്ടോ, വെസലിനുള്ളിൽ വാൾവ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കട്ടി കുറഞ്ഞ പേശിയായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി കാപ്പിലറീസ് എന്താ നോക്കാം. കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ല ധമനികൾ. ഈ ഒരു ധമനി പിന്നെ എന്തായിട്ട് മാറും? ചെറിയ ചെറിയ ധമനികളായിട്ട് മാറും. പിന്നെ അത് ചേർന്നിട്ടൊരു കാപ്പിലറീസ് ഉണ്ടാവും. കാപ്പിലറീസ് കൂടി ചേർന്നിട്ട് സിര ഉണ്ടാവും. ഇങ്ങനെയാണ് സിര ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സെൻട്രലാണ് കാപ്പിലറി ബെഡ് എന്നൊക്കെ പറയും. ഈ സെൻട്രൽ കാണുന്നതാണ് കാപ്പിലറീസ് കേട്ടോ. കുഞ്ഞു വെസൽസ് ആയിരിക്കും. ധമനികൾ സിരയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർട്ടറീനെയും വെയിൻസിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ നേരിയായിട്ടുള്ള രക്തക്കുഴലുകളാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. കാപ്പിലറീസ് ആണ് ബ്ലഡിലുള്ള ന്യൂട്രിയൻസിനെ ടിഷ്യൂസിലേക്കും അതുപോലെ ടിഷ്യൂസ് ഒഴിവാക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാപ്പിലറീസ് ആയിരിക്കും. കാപ്പിലറീസിന് 2 എൻഡ് ഉണ്ടായിരിക്കും. ആർട്ടീരിയൽ എൻഡും ഉണ്ട്, അതുപോലെ തന്നെ വീനസ് എൻഡും ഉണ്ട്. കാപ്പിലറീസ് കൂടി കടന്നു പോകുന്ന ബ്ലഡിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രിയൻസ് കാപ്പിലറീസിൻ്റെ ആർട്ടീരിയൽ എൻഡിൽ വെച്ചിട്ട് പുറത്തേക്ക് പോവുകയും അതായത് ടിഷ്യൂസിൻ്റെ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് പോവുകയും അതുപോലെ തന്നെ ടിഷ്യൂസിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് നേരെ കാപ്പിലറീസിൻ്റെ അകത്തേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ബൾക്ക് ഫ്ലോ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത് 2 ഫോഴ്സാണ്. ഒന്ന് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും ഒന്ന് ഓങ്കോട്ടിക് പ്രഷറും. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് സ്പേസിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ പ്രഷറിനെയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുക. ഒരു ക്ലോസ്ഡ് സ്പേസിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ പ്രഷർ, മർദ്ദത്തിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് വിളിക്കുക. നമുക്ക് നോക്കാം. ഈ കാപ്പിലറീസിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ എമൗണ്ട് അതേപോലെ തന്നെ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ എമൗണ്ട് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഫ്ലൂയിഡ്സ് കാണുന്നത് കാപ്പിലറീസിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്പിലറീസിൻ്റെ ഉള്ളിലാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുതൽ. ഇപ്പോൾ കാപ്പിലറീസിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്സും ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള ഫ്ലൂയിഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഫ്ലൂയിഡ്സ് കാണുന്നത് കാപ്പിലറീസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്പിലറീസിൻ്റെ ഉള്ളിലായിരിക്കും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുതൽ. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുമ്പോൾ ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യും? പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുമ്പോൾ ഫ്ലൂയിഡ്സ് പുറത്തേക്കാണ് പോകുന്നത്. ഇനി അടുത്ത പ്രഷറാണ് ഓങ്കോട്ടിക് പ്രഷർ. ഈ ഓങ്കോട്ടിക് പ്രഷറിന് കാരണം എന്താ? ഓങ്കോട്ടിക് പ്രഷറിന് കാരണം
പ്രോട്ടീൻസിൻ്റെ കോൺസെൻട്രേഷനിലുള്ള ഡിഫറൻസ്. ബ്ലഡിലുള്ള പ്രോട്ടീൻ കോൺസെൻട്രേഷനും അതേപോലെ തന്നെ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ബ്ലഡിൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? ആൽബുമിനൊക്കെയാണ്, പ്ലാസ്മ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻസ് കൂടുതലും എവിടെയാണ്? ബ്ലഡിലാണ്. അപ്പോൾ ഈ ബ്ലഡിലുള്ള ആൽബുമിൻ എന്ത് ചെയ്യും? ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള വാട്ടർ കണ്ടൻറ്റ് അകത്തേക്ക് വെസലിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അതായത് പ്രോട്ടീൻ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത്, അതായത് ബ്ലഡിൽ എന്തുണ്ട്? ആൽബുമിൻ കണ്ടൻറ്റ് ഉണ്ട്. ആൽബുമിൻ എന്താണ്? ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണല്ലേ. അപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ടുള്ള ആൽബുമിൻ എന്ത് ചെയ്യും? ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലേക്ക് ടിഷ്യൂവിൽ നിന്നും വാട്ടറിനെ വലിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ അവിടെ 2 തരത്തിലുള്ള പ്രഷറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ 2 പ്രഷറിൻ്റെയും നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ നോക്കി, നെറ്റ് പ്രഷർ എത്രയാണോ നോക്കിയിട്ടാണ്, എങ്ങനെയാണോ നോക്കിയിട്ടാണ് ഫ്ലോ എങ്ങോട്ടേക്കാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഉള്ളിലേക്ക് പോകണോ അതോ പുറത്തേക്ക് പോകണോ എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആർട്ടീരിയൽ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടീരിയൽ എൻഡിൽ എന്ത് സംഭവിക്കുന്നത്? ഫ്ലൂയിഡ്സ് പുറത്തേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അതിന് കാരണം എന്താ? അവിടെ ആർട്ടീരിയൽ എൻഡ് എന്ന് പറയുന്നത് ഹാർട്ടിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഭാഗമാണ്. ക്യാപിലറീസിൻ്റെ ഏറ്റവും എൻഡ് പോർഷൻ, അതായത് ആർട്ടറി എൻഡ് എന്ന് പറയുന്നത് ഹാർട്ടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു എൻഡാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? പ്രഷർ കൂടുതലാണ്, ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും ആ ഒരു ഏരിയയിൽ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും കൂടുതലാണ്, അതേപോലെ തന്നെ ബ്ലഡ് പ്രഷറും കൂടുതലാണ്. ശ്രദ്ധിക്കുക, ക്യാപിലറീസിൻ്റെ ആർട്ടീരിയൽ എൻഡിലാണ് ഫ്ലൂയിഡ്സ് പുറത്തോട്ട് പോകുന്നത്. ഫ്ലൂയിഡ്സ് പുറത്തോട്ട് ഫിൽട്രേഷൻ, ഫ്ലൂയിഡ്സ് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സാണ് ഫിൽട്രേഷൻ എന്ന് പറയുക. ഫിൽട്രേഷൻ നടക്കുന്നത് ക്യാപിലറീസിൻ്റെ ആർട്ടീരിയൽ എൻഡിലാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ആർട്ടീരിയൽ എൻഡ് എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു വെസലാണ്, എൻഡ് പോർഷനാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും കൂടുതലാണ്, അതേപോലെ തന്നെ ബ്ലഡ് പ്രഷറും കൂടുതലാണ്. ഓസ്മോട്ടിക് പ്രഷർ പിന്നെ എല്ലാ ക്യാപിലറീസിനുള്ളിൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ബ്ലഡിൽ കോൺസെൻട്രേഷൻ ചേഞ്ച് വരുന്നില്ല, എപ്പോഴും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഓങ്കോട്ടിക് പ്രഷറിന് ചേഞ്ച് വരുന്നില്ല, അവിടെ എപ്പോഴും ഒരേപോലെ തന്നെയാണ്. 20 mmHg കണ്ടോ, ഓങ്കോട്ടിക് പ്രഷർ 20 mmHg. പക്ഷേ ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുതലായിരിക്കും ഈ ആർട്ടീരിയൽ എൻഡിൽ. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുമ്പോൾ ഫ്ലൂയിഡ്സ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ക്യാപിലറീസിൽ നിന്ന് പുറത്തേക്ക്. അപ്പോൾ നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ എന്ന് പറയുമ്പോൾ പുറത്തേക്കാണ് പോകുന്നത്. ഇനി അടുത്ത് വീനസ് എൻഡ്. വീനസ് എൻഡ് എന്തായിരിക്കും? വീനസ് എൻഡ് എന്ന് പറയുമ്പോൾ ഹാർട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്താണ്. അപ്പോൾ അവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറവാണ്. വീനസ് എൻഡിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറവാണ്. എന്നാൽ ഓങ്കോട്ടിക് പ്രഷർ എത്രയാണ്? 20 mmHg. ആർട്ടീരിയൽ എൻഡിൽ എത്രയാണ് ഓങ്കോട്ടിക് പ്രഷർ? അത് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഓങ്കോട്ടിക് പ്രഷർ 20 mmHg തന്നെയാണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറവാണ്. അപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നത് ആരാണ്? ഓങ്കോട്ടിക് പ്രഷറാണ്. അപ്പോൾ ഓങ്കോട്ടിക് പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ആൽബുമിന് വാട്ടർ, വെള്ളത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂസിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ വെസലിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. റീ അബ്സോർപ്ഷനാണ് അവിടെ നടക്കുന്നത് ഇതിൻ്റെ വീനസ് എൻഡിൽ. അപ്പോൾ ഇങ്ങനെ ഫ്ലൂയിഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആർട്ടീരിയൽ എൻഡിൽ വെച്ചിട്ട് ഫ്ലൂയിഡ്സ് പുറത്തേക്ക്, ഫ്ലൂയിഡ് ഔട്ട് ചെയ്യുക, ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. വീനസ് എൻഡിൽ ഫ്ലൂയിഡ്സ് അകത്തേക്ക് കയറുന്നുണ്ട്, റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. റീഅബ്സോർബ് ചെയ്യാൻ കാരണം ആരാണ്? ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീനായിട്ടുള്ള ആൽബുമിൻ. Exchange of fluid and dissolved materials between blood and tissue spaces is called the Starling hypothesis. അതായത് ബ്ലഡിനും ടിഷ്യൂ സ്പേസിനും ഇടയിൽ ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ ഡിസോൾവ്ഡ് മെറ്റീരിയൽസും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ സ്റ്റാർലിംഗ് ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷനാണ് ബഫറിംഗ് ആക്ഷൻ. ദ സിറം പ്രോട്ടീൻ ലൈക്ക് അതർ പ്രോട്ടീൻസ് ആർ ആംഫോട്ടറിക്. സിറം പ്രോട്ടീൻ എന്ന് പറഞ്ഞത് മറ്റ് പ്രോട്ടീൻസിനെ പോലെ തന്നെ എന്താണ്? ആംഫോട്ടറിക് ആണ്. ആംഫോട്ടറിക് എന്ന് പറയുമ്പോൾ അവയ്ക്ക് ആ ഒരു കോമ്പൗണ്ട്സിന് ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് കമ്പൈൻ ചെയ്യും? ആസിഡായിട്ടോ അല്ലെങ്കിൽ ബേസുമായിട്ടോ കമ്പൈൻ ചെയ്യും. അതായത് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ, സിറം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ, പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മറ്റ് പ്രോട്ടീൻസിനെ പോലെ തന്നെ അവ എന്താണ്? ആംഫോട്ടറിക് ആണ്. ആംഫോട്ടറിക് എന്ന് പറയുമ്പോൾ അവയ്ക്ക് ആസിഡുമായിട്ടും ആൽക്കലിയായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? ആസിഡ്സായിട്ടോ അല്ലെങ്കിൽ ബേസുമായിട്ടോ കമ്പൈൻ ചെയ്യും. ഓക്കെ, ഇനി ആസിഡ് pHലാണെന്നുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്? ഈ പ്രോട്ടീൻസിലുള്ള ഒരു ഗ്രൂപ്പാണ് അമിനോ ഗ്രൂപ്പ്.
NH2 എന്ന ഗ്രൂപ്പ്. അത് ബേസായിട്ട് ആക്ട് ചെയ്യും. ആസിഡിക് പി എച്ചിലാണെന്നുണ്ടെങ്കിൽ ബേസായിട്ട് ആക്ട് ചെയ്യും. അമിനോ ഗ്രൂപ്പ് ബേസായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് NH2-നെ NH3 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ ആൽക്കലൈൻ പി എച്ച് ആണെന്നുണ്ടെങ്കിലോ പ്രോട്ടീൻ സ്ട്രക്ചറിലുള്ള കാർബോക്സിൽ ഗ്രൂപ്പ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. ആൽക്കലി പി എച്ചിലാണെന്നുണ്ടെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. പ്രോട്ടോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ആസിഡ്സ് എന്താണ്? പ്രോട്ടോൺ ഡോണേഴ്സ് അല്ലേ? പ്രോട്ടോൺസിനെ ഡൊണേറ്റ് ചെയ്യും. എന്നിട്ട് എന്താവും? COO- എന്ന ഫോമിലേക്ക് മാറും. ഇനി അറ്റ് ദ നോർമൽ പി എച്ച് ഓഫ് ബ്ലഡ്, നോർമൽ പി എച്ച് ആണെന്നുണ്ടെങ്കിൽ ദ പ്രോട്ടീൻ ക്യാൻ ആക്ട് ആസ് എൻ ആസിഡ് ആൻഡ് കമ്പൈൻ വിത്ത് കാറ്റയോൺ മെയിൻലി സോഡിയം. ഇനിയിപ്പോൾ നോർമൽ ബ്ലഡിൻ്റെ പി എച്ചിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻസ് ഉള്ളത് നോർമൽ ബ്ലഡ് പി എച്ചിലാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസ് ആസിഡായിട്ടാണ് ആക്ട് ചെയ്യുക. നോർമലാണെന്നുണ്ടെങ്കിൽ ആസിഡായിട്ടാണ് ആക്ട് ചെയ്യാറ്. എന്നിട്ട് സോഡിയമായിട്ട്, അതായത് കാറ്റയോണായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കും. ഇതാണ് ബഫറിങ് ആക്ഷൻ, പ്ലാസ്മ പ്രോട്ടീൻ്റെ ബഫറിങ് ആക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ. പ്ലാസ്മ പ്രോട്ടീൻസ് ആക്ട് ആസ് എ കാരിയർ മോളിക്യൂൾസ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് ലിപ്പിഡ് ആൻഡ് ലിപ്പിഡ് soluble substances such as bilirubin, steroid hormones, materials, vitamins and drugs. അതായത് പ്ലാസ്മ പ്രോട്ടീൻസ് ഒരു കാരിയർ മോളിക്യൂൾസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലിപ്പിഡ്സിൻ്റെയും ലിപ്പിഡ് സോലബിൾ സബ്സ്റ്റൻസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരു കാരിയർ മോളിക്യൂൾസ് ആയിട്ട് പ്ലാസ്മ പ്രോട്ടീൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻസ് ആയിട്ടുള്ള ആൽബുമിൻസ് ബയോളജിക്കലി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് ഈ കോമ്പൗണ്ട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്തേക്കൊക്കെ ഈ കോമ്പൗണ്ട്സിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആൽബുമിൻ ബൈൻഡ് ചെയ്യുന്ന കുറച്ച് കോമ്പൗണ്ട്സ് ആണ് ഫ്രീ ഫാറ്റി ആസിഡ്സ്, ബിലിറൂബിൻ, സ്റ്റിറോയിഡ് ഹോർമോൺസ്, കാൽഷ്യം, കോപ്പർ. അപ്പോൾ ഇതുമായിട്ടൊക്കെ ഇത് ബൈൻഡ് ചെയ്തിട്ട് ഇതിനൊക്കെ എത്തുന്ന സ്ഥലത്തേക്കൊക്കെ ഇതിനെ എത്തിച്ചു കൊടുക്കും, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കും, അതിനൊക്കെ സഹായിച്ചു കൊടുക്കും. Viscosity of blood. Due to presence of protein, blood is a viscous fluid. അതായത് പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ പ്രസൻസ് കാരണം ബ്ലഡ് എന്താണ്? ഒരു വിസ്കസ് ഫ്ലൂയിഡാണ്. കുറച്ച് കൊഴുകൊഴുപ്പുള്ള വഴുവഴുത്തൊരു ഫ്ലൂയിഡാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഗ്ലോബുലിൻസ് ആൻഡ് ഫൈബ്രിനോജൻ വിച്ച് ആർ ലാർജ് ഇൻ സൈസ്. ഈ ഗ്ലോബുലിൻസും അതേപോലെ തന്നെ ഫൈബ്രിനോജൻസും എന്താണ്? വലിയ സൈസാണ്. അവിടെ സൈസ് കുറച്ച് വലുതാണ്. അതേപോലെ തന്നെ അസിമെട്രിക്കൽ കൗണ്ട്, കൃത്യമായൊരു കൗണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് വിസ്കോസിറ്റി, ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കാരണം ഗ്ലോബുലിൻസിൻ്റെയും അതേപോലെ തന്നെ ഫൈബ്രിനോജൻ്റെയും വലിയ സൈസ്, ലാർജ് സൈസും അതേപോലെ തന്നെ കൗണ്ട്, അസിമെട്രിക്കൽ കൗണ്ട്, കൃത്യമായ കണക്കില്ലാത്തതൊക്കെയാണ് വിസ്കോസിറ്റിക്ക് കാരണം. The viscosity of blood provides resistance to flow of blood in the blood vessels to maintain blood pressure in the normal range. ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിലാവുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡിൻ്റെ ഫ്ലോ എന്താ പറയുക, ഒഴുക്കിനെ ചെറിയ രീതിയിൽ തടയാൻ വേണ്ടിയിട്ട് ഈ വിസ്കോസിറ്റി സഹായിക്കുന്നുണ്ട്. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യില്ല, ബ്ലഡ് അങ്ങനെ ഫാസ്റ്റായിട്ട് വെസലിലൂടെ മൂവ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താവും? വിസ്കസ് ആയിട്ടുള്ള ബ്ലഡ് ആയതുകൊണ്ട് ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആറാമത്തെ, റിസർവ് പ്രോട്ടീൻ. ദ അമിനോ ആസിഡ് ഫ്രം പ്ലാസ്മ പ്രോട്ടീൻസ് can be taken up by tissues and used for building up new tissue proteins. പ്ലാസ്മ പ്രോട്ടീൻസിൽ നിന്ന് അമിനോ ആസിഡ്സിനെ എടുത്തിട്ട്, പ്രോട്ടീൻസ് പറഞ്ഞാൽ ഒരുപാട് അമിനോ ആസിഡ്സ് കൂട്ടിച്ചേർത്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോട്ടീൻസിന് അമിനോ ആസിഡ്സിനെ ടിഷ്യൂസിനെ എടുക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും? പുതിയ ടിഷ്യൂ പ്രോട്ടീൻസ് ഉണ്ടാക്കുകയും ചെയ്യും. ഇനി റോൾ ഇൻ ബ്ലഡ് കൊയാഗുലേഷൻ ആൻഡ് ഫൈബ്രിനോലൈസിസ്. ഫസ്റ്റ് നമുക്ക് ബ്ലഡ് കൊയാഗുലേഷനുള്ള പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. ഇൻ അഡീഷൻ ടു പ്രോത്രോംബിൻ ആൻഡ് ഫൈബ്രിനോജൻ, പ്ലാസ്മ കണ്ടെയ്ൻ എ നമ്പർ ഓഫ് other contents, enzymes, clotting factors, which participate in the process of coagulation of blood. എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്ലഡ് കൊയാഗുലേഷനിൽ പങ്കെടുക്കുന്ന രണ്ട് കോമ്പൗണ്ട്സാണ് പ്രോത്രോംബിനും ഫൈബ്രിനോജനും.
അപ്പോൾ പ്രോത്രോംബിനും ഫൈബ്രിനോജനും കൂടാതെ നമ്മൾ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള മറ്റ് കണ്ടൻസ് ഏതൊക്കെയാണ്, എൻസൈംസും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും എല്ലാം ബ്ലഡ് കൊയാഗുലേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അതാണ് ബ്ലഡ് കൊയാഗുലേഷനുള്ള പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ റോള്. സാധാരണ ബ്ലഡ് കൊയാഗുലേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു മുറിവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കൂടിച്ചേരും. പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ വന്നിട്ട് ത്രോംബോകൈനേസ് പറഞ്ഞ എൻസൈം റിലീസ് ചെയ്യും. ഈ ത്രോംബോകൈനേസ് എൻസൈം കാൽഷ്യം അയൺ പ്രസൻസിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിനെ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിനാക്കിയിട്ട് മാറ്റും. ഈ ത്രോംബിൻ സോലുബിൾ ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഇൻസോലുബിൾ ഫൈബ്രിനാക്കിയിട്ട് മാറ്റും. എന്നിട്ട് ഈ ഫൈബ്രിൻ വെച്ചിട്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. മുറിയായിട്ടുള്ള അവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. പിന്നെ ഈ നെറ്റ്വർക്കിൽ ബ്ലഡ് സെൽസൊക്കെ ട്രാപ്പ് ചെയ്യും. അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ടാണ് ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ത്രോംബിനും ഫൈബ്രിനോജനും മാത്രമല്ല പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള മറ്റ് കോമ്പൗണ്ട്സും എൻസൈംസും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും എല്ലാം ഈ ഒരു കൊയാഗുലേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി അടുത്തത് എന്താണ്? ഫൈബ്രിനോലൈസിസിലുള്ള റോള്. ഇൻട്രാവാസ്കുലർ ക്ലോട്ട് നോൺ ആസ് ത്രോംബസ്. അപ്പോൾ സാധാരണയായിട്ട് ക്ലോട്ട്സ് ഉണ്ടാകുന്നത് മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്താണ്. അതല്ലാതെ നമ്മുടെ വെയിൻസിൻ്റെ ഉള്ളിൽ ക്ലോട്ട്സ് ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മൾ ത്രോംബസ് എന്ന് പറയുന്നത്. ആ ക്ലോട്ടിനെയാണ് ത്രോംബസ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ വെസൽസിൻ്റെ ഉള്ളിൽ ക്ലോട്ട്സ് ഫോം ചെയ്യുന്നത് തന്നെയാണ് ത്രോംബസ് എന്ന് പറയുന്നത്. ആ ക്ലോട്ടിന് കൊടുക്കുന്ന പേരാണ് ത്രോംബസ്. is digested by the enzyme of fibrinolytic system present in the plasma. ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ക്ലോട്ട്സ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണം? പ്രോത്രോംബിനും ഫൈബ്രിനോജനൊക്കെ വേണം. അപ്പോൾ ഈ ക്ലോട്ടിലുള്ള ഫൈബ്രിനെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈംസ് വെച്ചിട്ട് ഈ ഫൈബ്രിനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താവും? ക്ലോട്ട്സൊക്കെ റിമൂവ് ആവില്ലേ, ബ്രേക്കായിട്ട് പോവില്ലേ? കാരണം ഫൈബ്രിൻ വെച്ചിട്ടല്ലേ ക്ലോട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇവിടെ കണ്ടോ, സോൾബിൾ ആയിട്ടുള്ള ഫൈബ്രിനോജനെ ത്രോംബിൻ ഇൻസോൾബിൾ ഫൈബ്രിനാക്കിയിട്ട് മാറ്റും. ഈ ഫൈബ്രിൻ നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ടാണ് അതിലാണ് ക്ലോട്ട്സ് ഈ RBC സെൽസൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് ക്ലോട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ഫൈബ്രിനെ എൻസൈംസ് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ക്ലോട്ട്സൊക്കെ ബ്രേക്ക് ഡൗൺ ആവില്ലേ? അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? പ്ലാസ്മയ്ക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് വിച്ച് സേവ് ഫ്രം ഡിസാസ്ട്രസ് എഫക്ട്സ് ഓഫ് ത്രോംബോസിസ്. ത്രോംബോസിസ് എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലഡ് വെയിൻ്റെ ഉള്ളിൽ ക്ലോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആ ഒരു ത്രോംബോസിസ് എന്ന് പറഞ്ഞ ഡിസീസിൽ നിന്നും നമുക്ക് പ്ലാസ്മ പ്രോട്ടീൻസ് സേവ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കുക. ത്രോംബോസിസ് എന്ന് പറഞ്ഞ ഡിസീസ് എന്താണ്? വെയിൻസിൻ്റെ ഉള്ളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ഡിസീസിനാണ് നമ്മൾ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ആ ബ്ലഡ് ക്ലോട്ടിനെ വിളിക്കുന്ന പേരാണ് ത്രോംബസ്. ഇൻട്രാവാസ്കുലർ ക്ലോട്ടിനെയാണ് ത്രോംബസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്ലോട്ട് ഉണ്ടാവാൻ സഹായിച്ചത് ആരായിരുന്നു? സാധാരണ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാൻ സഹായിച്ച പോലെ തന്നെ ഫൈബ്രിനോജനും പ്രോത്രോംബിനൊക്കെ തന്നെയാണ് ഇതിലുണ്ടായിട്ടുള്ളത്, ക്ലോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഫൈബ്രിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, എൻസൈംസ് വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ക്ലോട്ട് ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ക്ലോട്ട്സ് ഇൻട്രാവാസ്കുലർ ക്ലോട്ട്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ത്രോംബോസിസ് എന്ന് പറഞ്ഞ ഡിസീസിന് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ ഫങ്ഷൻ ബോഡി ഡിഫെൻസ്. ഗാമ ഗ്ലോബുലിൻസ് ആർ പ്രസൻറ്റ് ഇൻ പ്ലാസ്മ വിച്ച് ആൻറ്റിബോഡീസ്. ഗാമ ഗ്ലോബുലിൻസ് ഒക്കെ പ്ലാസ്മ പ്രോട്ടീൻസിൽ പ്ലാസ്മയിൽ പ്രസൻ്റ് ആണ്. ഗാമ ഗ്ലോബുലിൻസ് എന്താണ്? ആൻറ്റിബോഡീസ് ആണ്. അത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ആണ്. അത് മൈക്രോബിയൽ ഇൻഫെക്ഷനെതിരെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻസൈംസ് ആർ പ്രോട്ടീൻ. പിന്നെ എൻസൈംസ് ആണ് എന്താണ്? പ്രോട്ടീൻസ് ആണ്. എൻസൈംസ് ലൈക്ക് അമൈലേസ്, ട്രാൻസാമിനേസ്, ഡീഹൈഡ്രോജിനേസ്, സ്ലിപ്പേസ്, ഫോസ്ഫേറ്റേസ് എക്സെട്ര ആർ പ്രസൻറ്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ഇൻ നോർമൽ ബ്ലഡ്. ഇനി പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ അടുത്തൊരു ഫംഗ്ഷനാണ് എൻസൈംസ് എന്നുള്ളത്. എൻസൈംസ് ഒക്കെ എന്താണ്? പ്രോട്ടീൻസ് ആണ്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ചെറിയ എമൗണ്ടിൽ ഒരുപാട് എൻസൈംസ് പ്രസൻ്റ് ആണ്. ഏതൊക്കെയാണ്? ട്രാൻസാമിനേസ് ഉണ്ട്, ഡീഹൈഡ്രോജിനേസ്, ലിപ്പേസ്, ഫോസ്ഫേറ്റേസ് അങ്ങനെ കുറേ എൻസൈംസ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ബ്ലഡിലുള്ള ഈ എൻസൈമിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഡിസീസൊക്കെ ഉണ്ടാകുന്ന സമയത്ത്
പല വേരിയേഷനും ഈ ഒരു എൻസൈംസിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ലിവർ ഡിസീസ് ഉണ്ടാകുന്ന സമയത്തും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻസൈംസിൻ്റെ ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എന്തൊക്കെ ഡിസീസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസീസൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്.